ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ ബലത്തിലാണോ ഒരു ഭരണകൂടത്തെ നമ്മൾ വിലയിരുത്തുന്നത്? ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് ഭരണമുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ കുറേ കെട്ടിടങ്ങൾ കെട്ടിയുയർത്തിയത് കൊണ്ടോ റോഡുകൾ നവീകരിച്ചത് കൊണ്ടോ ആണെന്ന് പറയുക വയ്യ. ഇത് ആ നാടിൻ്റെ ഒരു പ്രതിശീർഷ വരുമാനത്തിൻ്റെ നിലവാരമനുസരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഒരു ഭരണകൂടവും ഇല്ലെങ്കിലും നടന്നോളും. എന്നാൽ ഭരണം ഫീൽ ചെയ്യേണ്ട മേഖലകൾ വേറെയാണ്, നിരവധിയാണ്. ഇവിടെ ഒരു ഏറ്റവും ബേസിക്കായ കാര്യങ്ങൾ പൗരന്മാർ നിയമാനുസൃതമായി ജീവിക്കുന്നുണ്ടോ എന്ന ഉറപ്പാക്കലാണ്. അല്ലെങ്കിൽ പൗരന്മാർക്ക് നിയമപരമായി കിട്ടേണ്ട അവകാശാധികാരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന വിലയിരുത്തലാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ് നിർവഹിക്കേണ്ട ചുമതലകൾ സ്റ്റേറ്റ് നിർവഹിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതിലൂടെയാണ് ഒരു ഭരണകൂടത്തെ നമ്മൾ വിലയിരുത്തുന്നത്. ആ കണക്കിൽ നോക്കുമ്പോൾ പിണറായി വിജയൻ്റെ ഈ 2 ഭരണകാലവും ഒരു തികഞ്ഞ പരാജയമായിരുന്നു എന്ന് മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. ഒന്ന്, ഏറ്റവും പ്രധാനം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ കാര്യം ഈ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. നിയമവാഴ്ച പലപ്പോഴും മിക്കവാറും അത് ഒരു തോന്നിയാസത്തിലൂടെ, അതായത് ചിലരുടെ ഇഷ്ടാനിഷ്ടങ്ങളിലൂടെ അല്ലെങ്കിൽ ചിലരുടെ ഇച്ഛാ മാർഗങ്ങളിലൂടെ മാത്രം അത് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ നിയമവാഴ്ചയുടെ വിഷയം. 2, സ്റ്റേറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ട പ്രാഥമിക സൗകര്യങ്ങൾ അത് എത്ര കണ്ട് ഭംഗിയായി പ്രൊവൈഡ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ആ കാര്യത്തിലും ഈ ഭരണകൂടം പരാജയമാണെന്നേ പറയാനുള്ളൂ. അതായത് ഊരാളുങ്കൽ സൊസൈറ്റിക്ക് കോൺട്രാക്റ്റ് കിട്ടും എന്ന ഉറപ്പുള്ളത് കൊണ്ട് കുറേ കോൺട്രാക്റ്റുകൾക്ക് കൊട്ടേഷൻ ക്ഷണിക്കുകയും അതൊക്കെ തന്നെ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പതിച്ചു കൊടുക്കുകയും അവരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതിനുള്ള ഫണ്ട് സ്റ്റേറ്റിൻ്റെ വഴിക്കായാലും കേന്ദ്രത്തിൻ്റെ വഴിക്കായാലും വേണ്ടുവോളം ഫണ്ടുകൾ വരുന്നുണ്ട്, ആ ഫണ്ടുകൾ വിനിയോഗിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ജനറൽ ഒരു പൊതുവായ വികാസത്തിനും വികസനത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള ഫണ്ടുകൾ എത്ര കണ്ട് വിനിയോഗിക്കപ്പെടുന്നുണ്ട്, അതിൻ്റെ ഭരണം എത്ര കണ്ട് ഭംഗിയായി നടക്കുന്നുണ്ട്, ആഭ്യന്തര ഭരണം എങ്ങനെ നടക്കുന്നുണ്ട്, വ്യവസായ മേഖല എങ്ങനെ നിലനിൽക്കുന്നുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവസ്ഥ എങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്, ഇത്തരം കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊന്നും സാറ്റിസ്ഫൈഡ് അല്ല എന്ന ഒരു മറുപടിയാണ് നമുക്ക് ചുറ്റും കാണപ്പെടുന്നത്. അപ്പോൾ അത്തരത്തിലാണ് ഈ ഭരണകൂടം പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു വീക്ക് അല്ലെങ്കിൽ ദുർഭരണമാണെന്നേ നമുക്ക്, ദുർബല ഭരണം അല്ലെങ്കിൽ ദുർഭരണം ആണെന്നേ നമുക്ക് വിലയിരുത്തേണ്ടതുള്ളൂ. സ്റ്റേറ്റിൻ്റെ വിശാല താല്പര്യങ്ങളുണ്ട്. ആ സ്റ്റേറ്റിൻ്റെ വിശാല താല്പര്യങ്ങൾക്ക് ഒരു പരിഗണനയും ഇവിടെ ലഭിക്കുന്നില്ല. ദൈനംദിന കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുക, അതിൻ്റെ പേരിൽ കുറേ ഖ്യാതി അല്ലെങ്കിൽ ഇത് ഖ്യാതിക്ക് വേണ്ടി പരിശ്രമിക്കുക എന്നതിനപ്പുറം ഒരു വ്യവസ്ഥാപിതമായ ഒരു വിഷണറി ആയിട്ടുള്ള ഒരു ഭരണം ഇവിടെ നടക്കുന്നില്ല. അതായത് ഒരു നാളത്തെ ഒരു കാലം എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന ഒരു ചിന്ത ഇവിടെ രൂപപ്പെടുന്നേയില്ല. അതിനുവേണ്ടി ഒരു കാര്യവും ഇവിടെ നടപ്പാക്കപ്പെടുന്നേയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ എൽ ഡി എഫ് ഭരണം എന്നല്ല പറയേണ്ടത്, CPM ഭരണം എന്ന് തന്നെ പറയണം. CPM ഭരണം ഒരു രീതിയിലും കേരളത്തിന് ഉചിതമല്ല. അത് എന്നേക്കുമായി അവസാനിക്കേണ്ടതാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്.